Hi all, Anu again. This is the second lecture of Class 10 Biology chapter Heredity and Evolution. ഈ ലെക്ചറിൽ നമ്മൾ ഇൻഹെറിറ്റൻസിൻ്റെ കുറച്ച് റൂൾസ്, അതിൽ മെൻഡൽസിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് അത് നമ്മൾ മെയിനായിട്ട് കാണും. ആൻഡ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് എങ്ങനെയാണ് ജനറ്റിക്കലി നടക്കുന്നതെന്ന് കാണും. അതുപോലെ തന്നെ ജനറ്റിക്കലി ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു രീതിയും നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ അക്വയർഡ് ട്രേറ്റ്സ് ആൻഡ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് അവർ തമ്മിലുള്ള ഡിഫറൻസസുകൾ കാണാം. തുടങ്ങിയാലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ കുഞ്ഞിലും ആ കുഞ്ഞിൻ്റെ ഫാദറിൽ നിന്നും മദറിൽ നിന്നും ജനറ്റിക് മെറ്റീരിയൽസ് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിൽ ഉള്ള ഒരു 50% ജനറ്റിക് മെറ്റീരിയൽ ഫാദറിൻ്റെ ആയിരിക്കും, അനദർ 50% എന്ന് പറയുന്നത് മദറിൻ്റെ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ ഓരോ ട്രേറ്റിൻ്റെയും 2 വേർഷൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓബ്വിയസ്ലി ക്വസ്റ്റ്യൻ കംസ്, ഇതിൽ ഏത് ട്രേറ്റ് ആ ട്രേറ്റിൻ്റെ എക്സ്പ്രസ്ഡ് ആവുന്നത് ഇതിൽ ഏത് വേർഷനാണെന്ന്. നമുക്ക് ഫാദറിൽ നിന്ന് കിട്ടിയ വേർഷനാണോ അതോ മദറിൽ നിന്ന് കിട്ടിയ വേർഷനാണോ എന്ന്. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ടുള്ള കുറേ പരീക്ഷണങ്ങൾ നടന്നതിൽ നമുക്ക് റെലവൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മേജർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഗ്രിഹർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അദ്ദേഹം ഗാർഡൻ പീ പ്ലാന്റിൽ നടത്തിയ എക്സ്പെരിമെൻറ്റ്സും അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ദ റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ട്രേറ്റ്സ് ഇതുമാണ് നമുക്ക് ആദ്യം കാണാനായിട്ടുള്ളത്. മെൻഡലിനെയാണ്, അതായത് ഗ്രിഹർ ജൊഹാൻ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു ഫാക്റ്റാണ് എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതെന്നുള്ളത്. അപ്പോൾ ഈ ഗാർഡൻ പീ പ്ലാന്റിനെ അദ്ദേഹം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റീസൺ ആണ് ഇതൊരു ബൈനിയൽ പ്ലാന്റ് ആണ്, അതായത് ഒരു വർഷം തന്നെ ഇതിൻ്റെ 2 ജനറേഷൻസ് ഒക്കെ നമുക്കിതിനെ വളർത്താൻ പറ്റും. അപ്പോൾ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ നമ്പർ ഓഫ് ജനറേഷൻസിനെ കുറിച്ചുള്ള പഠനം നടത്താനായിട്ട് എളുപ്പമായിരുന്നു. അതായത് ഇതിൻ്റെ ഷോർട്ട് ലൈഫ് സ്പാൻ ആണുള്ളത്. ദെൻ അതുപോലെ തന്നെ ഈ ചെടിക്ക് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇവര് സെൽഫ് ഫെർട്ടിലൈസിങ് ഇൻ നേച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് ക്രോസ് ബ്രീഡ് ചെയ്യാൻ പറ്റും. അതായത് ഇത് യൂഷ്വലി ഇവർ സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ടാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ബ്രീഡിങ് നടത്താനും പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒരു റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ലാർജ് നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവർ നല്ല ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ പ്ലാന്റ്സിൻ്റെ ജനറേഷൻസിനെ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ റീസൺസ് കൊണ്ടാണ് ഇദ്ദേഹം ഈ ഗാർഡൻ പീ പ്ലാന്റിനെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് കുറേ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ് തിരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം കൺസിഡർ ചെയ്ത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ അദ്ദേഹം 8 സ്വഭാവങ്ങളാണ് ഇദ്ദേഹം പഠനത്തിന് വിധേയമാക്കിയത്. ഇതിൽ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സീഡിൻ്റെ ഷേപ്പായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീ പ്ലാന്റിന് 2 തരം ഷേപ്പിലുള്ള സീഡ്സ് ഉണ്ടാകുന്ന തരം പ്ലാന്റ്സ് ഉണ്ട്. ഒന്ന് നല്ല റൗണ്ട് ആയിട്ടുള്ള സീഡ്സും ദെൻ അടുത്തത് റിങ്കിൾഡ് ആയിട്ടുള്ള സീഡ്സും. അപ്പോൾ ഇത് രണ്ടും സെയിം ട്രേറ്റിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. അതായത് ഷേപ്പ് ഓഫ് ദ സീഡ് എന്ന് പറയുന്ന ട്രേറ്റിനെ വെച്ച് നോക്കുമ്പോൾ 2 വേർഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് റൗണ്ട് ആൻഡ് അനദർ വൺ എന്ന് പറയുന്നത് റിങ്കിൾഡ് ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് സീഡ് കളർ. അദ്ദേഹം അടുത്ത് കൺസിഡർ ചെയ്ത ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് സീഡിൻ്റെ കളറായിരുന്നു. അത് യെല്ലോയും ഉണ്ടായിരുന്നു, ഗ്രീനും ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം അതിൻ്റെ പോഡ് ഷേപ്പ്, അതായത് അതിൻ്റെ ആ ഒരു പയറിൻ്റെ മൊത്തത്തിലുള്ള സാധനത്തിൻ്റെ ഷേപ്പ്, അപ്പം ആ പോഡ് ഷേപ്പ് സ്മൂത്ത് അല്ലെങ്കിൽ റിങ്കിൾഡ്, 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അഗൈൻ ഈ പോഡ് കളർ, നമ്മൾ സീഡ് കളർ കൂടാതെ തന്നെ അതിൻ്റെ ആ ഒരു പോഡ് കളർ, അതിൻ്റെ ഔട്ടർ കവറിങ്ങിൻ്റെ കളർ നോക്കിയിരുന്നു. ദെൻ അതും ഗ്രീൻ ആൻഡ് യെല്ലോ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഡോമിനൻറ്റ് ക്യാരക്ടർ ഏതാണ്, റിസസീവ് ക്യാരക്ടർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോണം കേട്ടോ. ദെൻ അതുപോലെ തന്നെ സീഡ് കോട്ടിൻ്റെ കളർ അത് ഗ്രേ ഓൺ വൈറ്റ്, ഈ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ ഫ്ലവർ പൊസിഷൻ അദ്ദേഹം കൺസിഡർ ചെയ്തു. ആക്സിയൽ ഫ്ലവർ ആണോ ടെർമിനൽ ഫ്ലവർ ആണോ എന്ന്, അതായത് ഇങ്ങനെ തുഞ്ചത്താണോ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് ആണോ. ദെൻ പ്ലാന്റിൻ്റെ ഹൈറ്റ്, അതായത് നമ്മൾ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് ടോൾ ആണോ ഷോർട്ട് ആണോ എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ അദ്ദേഹം കൺസിഡർ ചെയ്ത ട്രേറ്റ് എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ കളറായിരുന്നു.
പർപ്പിൾ കളറായിട്ടുള്ള പൂവാണോ അതോ വൈറ്റ് കളറുള്ള പൂവാണോ എന്ന്. അപ്പം ഇങ്ങനെ 8 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ് കൺസിഡർ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റും ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റും പഠനത്തിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്യുവർ ബ്രെഡ് ആണ് അല്ലെങ്കിൽ ഹോമോസൈഗസ് ആണെന്ന് അദ്ദേഹം ആദ്യമേ തന്നെ മേക്ക് ഷുവർ ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ജനറേഷൻസ് ആയിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, ഷോർട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സ്മോൾ ടി ആയിരിക്കണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഹോമോസൈഗസ് ആണെന്ന് ഇദ്ദേഹം ഓൾറെഡി മേക്ക് ഷുവർ ചെയ്തിട്ടാണ് ഇങ്ങനെ 2 പ്ലാന്റ്സിനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് എടുക്കണേ. എന്നിട്ട് ഇവരെ 2 പേരെയും കൂടെ അദ്ദേഹം ക്രോസ് ബ്രീഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കറിയാം ഒരു പ്ലാന്റിൽ ക്യാപിറ്റൽ ടി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഗ്യാമീറ്റ്സ് എല്ലാം ക്യാപിറ്റൽ ടി തന്നെയാണ്. ദെൻ നമ്മളുടെ അടുത്ത പേരന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അല്ലേ. അതിന് ഉണ്ടാകുന്ന ഗ്യാമീറ്റ്സും സ്മോൾ ടി മാത്രമാണ്, കാരണം ഇവർ 2 പേരും പ്യൂർ ബ്രെഡ് ആണ്. അപ്പോൾ ഇവരെ 2 പേരെയും കൂടെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന അപ്പോൾ ഇവരെ 2 പേരെയും നമ്മൾ പേരന്റ് ജനറേഷൻ ആണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിനോട്ടഡ് വിത്ത് ദ ലെറ്റർ പി. അപ്പോൾ ഈ കേസിൽ അദ്ദേഹം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. എന്നിട്ട് ഹൈറ്റിൻ്റെ 2 പ്യുവർ വേർഷൻസിനെ ക്രോസ് ചെയ്തിട്ട് അദ്ദേഹം പുതിയ ഒരു പ്രോജനി ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ ഈ കേസിൽ അദ്ദേഹം ഒറ്റ കേസ് മാത്രം, അതായത് ഒറ്റ ട്രേറ്റ് മാത്രം എടുത്ത് പഠിച്ചതുകൊണ്ടും ദെൻ ഈ 2 പ്യുവർ ആയിട്ടുള്ള 2 വേർഷൻസിനെ ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് ഒരു പുതിയ പ്രോജനി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ഒരു സ്റ്റഡിയെ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. അതായത് ഒറ്റ ക്യാരക്ടറെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് അഗെയിൻ 2 പ്യുവർ വേർഷൻസ് തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫെനറ്റ് സ്ക്വയർ നോക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യാണ്. ദെൻ അപ്പോൾ ഉണ്ടാകുന്ന പ്രോജനി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷനാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഉണ്ടായവരെല്ലാം നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സ് ആയിരുന്നു. അപ്പം ഈ ഹൈറ്റുള്ള പ്ലാന്റ്സിനെ അദ്ദേഹം വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഫസ്റ്റ് ജനറേഷൻ പേരന്റ് പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഫസ്റ്റ് ജനറേഷൻ നോക്കിയപ്പോൾ എല്ലാവരും ഹൈറ്റ് ഉള്ളവരായിരുന്നു അല്ലേ. അപ്പോൾ ആ ടോൾ ആയിട്ടുള്ള ആ ഒരു ട്രേറ്റ് മാത്രമേ പുറത്തേക്ക് കണ്ടുള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ ഷോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊക്കമില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എവിടെ പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ആ ഒരു പ്ലാന്റ്സിനെ അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ട് അടുത്ത ജനറേഷൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഡയഗ്രാം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷനും വേറൊരു ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷനും തമ്മിൽ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പം അവരുടെ ഗ്യാമീറ്റ്സും അവർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രോജനി എങ്ങനെയാണെന്ന് നിങ്ങൾ ഡയഗ്രത്തിൽ ഒന്ന് നോക്കിക്കേ. നമുക്ക് നോക്കുമ്പോൾ അതായത് അടുത്ത F2 ജനറേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ടി യും സ്മോൾ ടിയും ഒരു ഫാദർ പ്ലാന്റിൽ നിന്നും വരാം. അടുത്ത മദർ പ്ലാന്റിൽ നിന്നാണെങ്കിലും വരാൻ പോകുന്നത് ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷനാണ്. അപ്പം ഈ 4 കോമ്പിനേഷൻസിന് 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ആകാൻ പറ്റുന്നത് അല്ലേ. അപ്പം ആദ്യത്തെ ഇത് കൺസിഡർ ചെയ്ത് നിങ്ങൾ നോക്കിക്കേ. ഈ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റിലും ഇതിൽ ഉണ്ടാകാൻ പോകുന്ന ചാൻസുകൾ ഉണ്ടായിരുന്നത് ഒരു ക്യാപിറ്റൽ ടി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ദെൻ അടുത്തതും ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ഒരെണ്ണം മാത്രം സ്മോൾ ടി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ഹോമോസൈഗസ് ടോൾ, അതായത് ഒരു പ്യുവർ ടോൾ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടായി. ദെൻ ഒരു ഹെറ്ററോസൈഗസ് ടോൾ, അതായത് 2 വേർഷൻസും ഉണ്ട്, പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം പുറത്തേക്ക് എക്സ്പ്രസ്ഡ് ആവുന്നത് കൊണ്ട് ഉള്ള 2 ടോളും ഉണ്ടായിരുന്നു. ദെൻ ആ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിൽ കാണാതെ ആയിപ്പോയ ആ ഡിസപ്പിയർഡ് ആയി പോയിട്ടുള്ള ആ ഒരു ട്രീറ്റ് നമ്മുടെ സെക്കൻഡ് ജനറേഷനിൽ തിരിച്ചു വന്നു. അപ്പോൾ ഈ ജനറേഷനിൽ ആ ഒരിക്കൽ ഡിസപ്പിയർ ആയി പോയിരുന്ന ട്രേറ്റ് റീഅപ്പിയർ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏകദേശം 1064 പീ പ്ലാന്റ്സിനെ ഇദ്ദേഹം ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുത്തു. അതിൽ നോക്കിയപ്പം 787 എണ്ണം ടോളായിരുന്നു, 277 എണ്ണം ഷോർട്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ റേഷ്യോ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 3:1. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസിലെ F2 ജനറേഷനിലെ ഫീനോ ടൈപ്പിൻ്റെ റേഷ്യോ ആണ് 3:1. അതായത് ടോൾ ഈസ് ഷോർട്ടിൻ്റെ റേഷ്യോ ആണ് 3:1. അപ്പോൾ ഇങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ട്രേറ്റ്സ്,
ഉണ്ടല്ലേ. അതായത് ഏതെങ്കിലും 2 ട്രേറ്റിലെ വേർഷൻസിൽ ഒരെണ്ണമെങ്കിലും അപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്ന ആ ഒരു ട്രേറ്റിനെ അദ്ദേഹം ഡോമിനന്റ് ട്രേറ്റ് എന്ന് വിളിച്ചു. ഇങ്ങനെ ഹോമോസൈഗസ് ആയിട്ടുള്ള 2 ട്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് വരുന്ന ആ ഒരു ട്രേറ്റിനെ അദ്ദേഹം റിസസീവ് ട്രേറ്റ് എന്ന് വിളിച്ചു. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേറ്റ് എന്നല്ല കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹം ഫാക്ടേഴ്സ് എന്നാണ്. അതായത് അന്ന് ജീൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒന്നും ആയിട്ടില്ല, അദ്ദേഹം അതിന് പകരം ഫാക്ടേഴ്സ് എന്നുള്ള ടേമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ടോൾ ഈസ് ടു ഡ്വാർഫിന്. അപ്പോൾ അതുപോലെ തന്നെ പ്യുവർ ടോൾ, ഹൈബ്രിഡ് ടോൾ ആൻഡ് ഷോർട്ട്, ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആയിരുന്നു. അപ്പോൾ ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നുള്ള ആ ഒരു പഠനത്തിൽ നിന്ന് അദ്ദേഹം മേക്ക് ചെയ്ത കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ പറയാറുണ്ട്. ലോ ഓഫ് ഡോമിനൻസ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പറയുന്ന കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള പേരൻസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രോജനി, അവരുടെ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ഒറ്റ ട്രേറ്റ് മാത്രമേ പുറത്തേക്ക് കാണിക്കുള്ളൂ. ആ ഒരു ട്രേറ്റ് ആണ് ഡോമിനന്റ് ട്രേറ്റ് എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏതൊരു ട്രേറ്റ് ആണോ ആ ഒരു സമയത്ത് ഇങ്ങനെ സപ്രസ്ഡ് ആയി പോകുന്നത്, അതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസസീവ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡോമിനന്റ് ട്രേറ്റിന്റെയും റിസസീവ് ട്രേറ്റിന്റെയും കൺസെപ്റ്റാണ് അദ്ദേഹം ഈ ഒരു പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയെടുത്തത്. അദ്ദേഹത്തിന്റെ അടുത്ത സ്റ്റഡിയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഇവിടെ അദ്ദേഹം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ മാത്രം ഒബ്സർവ് ചെയ്യുന്നതിന് പകരം ഇവിടെ അദ്ദേഹം ഒരു പെയറായിട്ട് 2 സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന് ഒരുമിച്ചാണ് അദ്ദേഹം കൺസിഡർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് ഇതിനെ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ അദ്ദേഹം എടുത്തത് റൗണ്ട് യെല്ലോ സീഡ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോമിനന്റ് ട്രേറ്റ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ആർ റൗണ്ട്, ക്യാപിറ്റൽ വൈ യെല്ലോ. അതായത് ആ ഒരു സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറും, ആ കോട്ട്ലീഡിന്റെ കളറും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് യെല്ലോ സീഡ്സും അദ്ദേഹം ഗ്രീൻ റിങ്കിൾഡ് സീഡ്സും ഉള്ള 2 പീ പ്ലാന്റ്സിനെയാണ് അദ്ദേഹം ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടി എടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹം മനസ്സിലാക്കുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും റൗണ്ട് യെല്ലോ, ഓക്കെ, റൗണ്ട് ആണെങ്കിൽ അത് യെല്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് റിങ്കിൾഡ് ആണെങ്കിൽ ഇത് ഗ്രീൻ ആയിരിക്കും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഓരോ ട്രേറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അടുത്ത ജനറേഷൻസിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ പഠിച്ചെടുത്തത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോ ട്രേറ്റ്സും അടുത്ത ജനറേഷൻസിലേക്ക് അസോർട്ട് ചെയ്ത് പോകപ്പെടുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് എഗെയിൻ ഇതിൻ്റെ പുനറ്റ് സ്ക്വയർ നമുക്കൊന്ന് കാണാം. എല്ലാവരും നിങ്ങളുടെ പുനറ്റ് സ്ക്വയർ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പേരന്റ് ജനറേഷനിൽ ക്രോസ് ചെയ്തത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം റൗണ്ട് യെല്ലോയിൽ നിന്ന് കളറിന് വേണ്ടിയിട്ടും ഷേപ്പിന് വേണ്ടിയിട്ടും രണ്ടും സെയിം ആയിട്ടുള്ള അലീൽസ് ആണ്. അപ്പം രണ്ടും സെയിം ഗ്യാമീറ്റ്സ്, 2 ഗ്യാമീറ്റ്സിലും സെയിം ടൈപ്പ് ജീൻസ് ആണ് പോകാനുള്ളത്. അപ്പോൾ RY ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മളുടെ റൗണ്ട് യെല്ലോയിൽ നിന്ന് കിട്ടാനുള്ളത്. റിങ്കിൾഡ് ഗ്രീനിലാണെങ്കിൽ സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ Y, അതായത് റിങ്കിൾഡും ഗ്രീനും ആ ഒരു 2 കറസ്പോണ്ടിങ് ജീൻസ് മാത്രമേ ഇവർക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഓബിയസ്ലി ഈ ഒരു ഫസ്റ്റ് F1 ജനറേഷനിൽ അവർക്ക് ഉണ്ടാകുന്നത് ക്യാപിറ്റൽ R സ്മോൾ r, ക്യാപിറ്റൽ Y സ്മോൾ y കോമ്പിനേഷനാണ്. അതിനർത്ഥം റൗണ്ട് ആൻഡ് യെല്ലോ സീഡ്സ് ആയിരിക്കും ഈ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ റൗണ്ട് ആൻഡ് യെല്ലോ സീഡ്സ് ഉള്ള ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ അദ്ദേഹം F2 ജനറേഷനിൽ സെൽഫ് പോളിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ R സ്മോൾ ലെറ്റർ r, ക്യാപിറ്റൽ Y സ്മോൾ ലെറ്റർ y, ഈ കോമ്പിനേഷൻസിൽ നിന്ന് ഈ 2 പേരൻസിൽ നിന്നും കൂടെ വരുന്ന കോമ്പിനേഷൻസ് നോക്കുമ്പോൾ നമുക്ക് 16 തരം കോമ്പിനേഷൻസ്, അതായത് 16 റീകോമ്പിനേഷൻസ് പോസിബിൾ ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ പുനറ്റ് സ്ക്വയർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, ഇദ്ദേഹം ഏകദേശം 556 പീ പ്ലാന്റ്സിൽ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നടത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ F2 ജനറേഷനിൽ റൗണ്ട് യെല്ലോ കോമ്പിനേഷനും റിങ്കിൾഡ് ഗ്രീൻ കോമ്പിനേഷനും അല്ലാതെ അദ്ദേഹത്തിന് റൗണ്ട് ഗ്രീൻ കോമ്പിനേഷനും റിങ്കിൾഡ് യെല്ലോ കോമ്പിനേഷനും, അതായത് 2 പുതിയ എക്സ്ട്രാ കോമ്പിനേഷൻസും കൂടെ ഈ ഒരു ജനറേഷനിൽ അദ്ദേഹത്തിന് ഉണ്ടായി കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ റൗണ്ട് ആൻഡ് യെല്ലോ സീഡ്സ് 315 എണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റൗണ്ട് ഗ്രീൻ സീഡ്സ് 108 എണ്ണം, റിങ്കിൾഡ് ആൻഡ് യെല്ലോ സീഡ്സ് 101 എണ്ണം ഉണ്ടായിരുന്നു, റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ സീഡ്സ് 32 എണ്ണം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫീനോടൈപ്പിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 9:3:3:1. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണ്.
അപ്പോൾ ഈ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെരിമെൻസിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ പ്രധാനമായിട്ടുള്ള ഫാക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ജനറ്റിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് ചില ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. ദെൻ അതുപോലെ തന്നെ ഒരു പുറത്തേക്ക് അപ്പിയർ ചെയ്യുന്ന ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർട്ടിക്കുലർ ജീനോടൈപ്പ്. ദെൻ അതുപോലെ തന്നെ ഓരോ ട്രേറ്റിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും 2 വേർഷൻസ് അല്ലെങ്കിൽ 2 ജീൻസ് ഉണ്ട്. വൺ ഫ്രം ഫാദർ ആൻഡ് നെതർ ഫ്രം മദർ. പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചത് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള, അതായത് ഹോമോസൈഗസ് ആയിട്ടുള്ളവർ എപ്പോഴും ആ ഒരു സെൽഫ് പോളിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ ക്യാരക്ടർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു സെയിം ട്രേറ്റിൻ്റെ 2 വേർഷൻസ് തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേറ്റേ ആ ഒരു പെർട്ടിക്കുലർ ജനറേഷനിൽ പുറത്തേക്ക് കാണുള്ളൂ. അങ്ങനെ പുറത്തേക്ക് കാണുന്ന ട്രേറ്റിനെ നമ്മൾ ഡോമിനന്റ് ട്രേറ്റ് എന്ന് വിളിക്കും. അത് അങ്ങനെ സപ്രസ്ഡ് ആയി പോകുന്ന ആ ഒരു ട്രേറ്റിനെ നമ്മൾ റിസസീവ് ട്രേറ്റ് എന്ന് വിളിക്കും. അതായത് ഒരു ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് അല്ലീൽസ് ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും 2 ഓൾട്ടർനേറ്റീവ് ജീൻസ് ഉള്ളപ്പോൾ പുറത്തേക്ക് കാണുന്നതിനെ നമ്മൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് എന്ന് വിളിക്കും. എഗെയിൻ തിരിച്ച് ഇങ്ങനെ സക്സസീവ് ജനറേഷൻസിൽ ഹോമോസൈഗസ് ആയിട്ട് വരുമ്പോൾ മാത്രം പുറത്തേക്ക് റീഅപ്പിയർ ചെയ്യുന്ന ട്രേറ്റിനെ റിസസീവ് ട്രേറ്റ് എന്നും വിളിക്കും. പിന്നെ നമ്മൾ പഠിച്ചല്ലോ ഓരോ ട്രേറ്റിനും 2 ഡിഫറെൻറ്റ് അല്ലീൽസ് ഒരു ഓർഗാനിസത്തിൽ കാണുമെന്ന്. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഗ്യാമീറ്റ്സിലേക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് കുറേയേറെ ട്രേറ്റ്സ് ഉള്ളതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഗ്യാമീറ്റ്സിലേക്ക് ഓരോ ട്രേറ്റിൻ്റെയും ഓരോ പോർഷൻസ് പോകുന്നതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോ ട്രേറ്റുകളും വേർതിരിയപ്പെടുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കണ്ടുപിടുത്തം, അതായത് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹെറിഡിറ്റിയുടെ മെക്കാനിസം എന്താണെന്നാണ്. അതായത് എങ്ങനെയാണ് ഈ ഓരോ ട്രേറ്റ്സും എക്സ്പ്രസ്ഡ് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളിലൊക്കെ ഉള്ള ഓരോ സെല്ലിനും ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിലെ ക്രോമസോംസ് ഉണ്ട്. ക്രോമസോംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഡി എൻ എയിലെ മേജർ ബേസിക് കമ്പോണൻ്റ് ആണ് ജീൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീൻസ് ആണ് ഓരോ ക്യാരക്ടറിനെയും ഓരോ ട്രേറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഫങ്ഷണൽ ബുക്കായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് അവർ ആ ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താണ് ഏത് തരം ഓരോ പെർട്ടിക്കുലർ പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്ലാന്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു ജീൻ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീൻ ഒരു പെർട്ടിക്കുലർ എൻസൈമിനെ ആയിരിക്കും കൺട്രോൾ ചെയ്യുക. അപ്പോൾ ആ എൻസൈം നല്ലോണം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഉണ്ടാകുക. അപ്പോഴത്തേക്കും ഈ ഒരു എൻസൈംസ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്ത് ഹോർമോൺ കൂടുതൽ സെക്രേറ്റ് ചെയ്യപ്പെടും, പ്ലാന്റിന് നല്ല ഹൈറ്റ് വയ്ക്കും. അതേസമയം ഈ ഒരു എൻസൈം ലെസ് എഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻസൈംസിൻ്റെ എഫിഷ്യൻസി കുറവായതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യുന്ന, അതായത് അത് കൺട്രോൾ ചെയ്ത് സെക്രേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഹോർമോൺസ് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും ജനറേറ്റഡ് ആവുക. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഒരു പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ചു പോകും. അതായത് ഈ ഒരു പ്ലാന്റ് ഒരു ഷോർട്ട് പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനേ പറ്റുള്ളൂ. അതായത് അത് അത്രയും പൊക്കം വയ്ക്കുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീൻ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ എൻസൈംസിന് 2 രീതിയിൽ കൺട്രോൾ ചെയ്യാണ്. ഒന്നുകിൽ ആ എൻസൈം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജീനിൻ്റെ അടുത്ത ഓൾട്ടറേഷൻ എന്താണ്, ആ ഒരു എൻസൈമിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് ഒന്നുമല്ല. അപ്പോൾ എൻസൈം നല്ല എഫിഷ്യൻ്റ് ആണെങ്കിൽ കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ സെക്രേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു എൻസൈം അത്ര എഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, എഫിഷ്യൻസി കുറവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രോത്ത് ഹോർമോൺ സെക്രേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ അളവ് കുറയും. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഹൈറ്റ് വയ്ക്കും, ഇല്ലെങ്കിൽ ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസ് ഓരോ ട്രേറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ന്യൂബോൺ ഇൻഡിവിജ്വൽസിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് നടക്കപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്പീഷീസും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് ചില ഇൻഡിവിജ്വൽസൊക്കെ, ചില ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, അവരുടെ ഫെർട്ടിലൈസ്ഡ് എഗ് ഈ വിരിയാനായിട്ട് കെപ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ അനുസരിച്ചിട്ട് ആ വിരിഞ്ഞ് വരുന്നത് ഒരു മെയിലാണോ ഒരു ഫീമെയിലാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ സ്നെയിൽസ് ഒക്കെ പോലെയുള്ള ഓർഗാനിസംസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് അവർ തന്നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അവർക്ക് മെയിലാണോ ഫീമെയിലായിട്ടാണോ അവർ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്.
പക്ഷേ ഹ്യൂമൻസിൽ ഈ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് ജനറ്റിക്കലിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബേബിക്ക് ഒരു 23 ക്രോമസോംസ് മദറിൽ നിന്നും അടുത്തൊരു 23 ക്രോമസോംസ് ഫാദറിൽ നിന്നും കിട്ടിയിട്ടാണ് നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോംസ് ആയിട്ട് മാറുക. അപ്പോൾ ഇതിൽ 22 പെയർ ഓഫ് ക്രോമസോംസിനെ നമ്മൾ ഓട്ടോസോംസ് എന്ന് വിളിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെക്സ് ഡിറ്റർമിനേഷൻ്റെ കാര്യത്തിൽ യാതൊരു റോളും ഇല്ല. ദെൻ ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള 1 പെയർ ഓഫ് ക്രോമസോംസിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോംസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സെക്സ് ക്രോമസോംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫീമെയിലിൽ ഉള്ളത് ശരിക്കും അതിൻ്റെ 2 ഐഡന്റിക്കൽ പെയറാണ്, എക്സ് എക്സ്. അപ്പോൾ ഫീമെയിലിൽ അപ്പോൾ ഫീമെയിൽ ഗ്യാമീറ്റിലുള്ളത് എല്ലാം ഈ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം എക്സ് ആയിരിക്കും. ദെൻ അതേസമയം മെയിൽ ബോഡിയിലാണെങ്കിൽ മെയിലിലുള്ളത് ഒരു എക്സ് ക്രോമസോം ഉണ്ട്, പിന്നെ ഉള്ളത് ഒരു മിസ്മാച്ച്ഡ് പെയറാണ്. അതായത് ഒരു പെർഫെക്റ്റ് സൈസുള്ള ഒരു എക്സ് ക്രോമസോംസും ദെൻ ഷോർട്ട് ആയിട്ടുള്ള ഒരു വൈ ക്രോമസോംസും കൂടെയാണ് ഈ മെയിൽസിലെ സെക്സ് ക്രോമസോംസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസിൽ ഉണ്ടാകുന്ന ഗ്യാമീറ്റ്സിൽ ഒരു ഹാഫ് ദ നമ്പർ ഓഫ് ഗ്യാമീറ്റ്സിലുള്ളത് എക്സ് ക്രോമസോംസും അനദർ ഹാഫ് ദ നമ്പർ ഓഫ് ഗ്യാമീറ്റ്സിലുള്ളത് വൈ ക്രോമസോംസും ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദറിൽ നിന്ന് വരുന്നത് ഏതായാലും എക്സ് ക്രോമസോംസ് ആണ്. ആ ഒരു എക്സ് ക്രോമസോം ഫാദറിൽ നിന്ന് വന്ന ഏത് ക്രോമസോം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഗ്യാമീറ്റുമായിട്ടാണ് ഫ്യൂസ് ചെയ്തത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഉണ്ടാകുന്ന കുഞ്ഞ് ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മദറിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് എക്സും ആണ് ആ ഗ്യാമീറ്റ്സ്. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ഫാദറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എക്സും വൈയും ആണ്. അപ്പോൾ അതിൽ എക്സും തമ്മിലാണ് യുണൈറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി എക്സ്. അതെന്ന് പറയുന്നത് ഒരു ഗേൾ ചൈൽഡ് ആയിരിക്കും. അതേസമയം എക്സും വൈയും തമ്മിലാണ് യുണൈറ്റ് ചെയ്യുന്നതെങ്കിലോ അതൊരു ബോയ് ആയിരിക്കും, എക്സ് വൈ കോമ്പിനേഷൻ വരുമ്പോൾ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ഹാവിങ് എ ഗേൾ ചൈൽഡ് ഓർ ബോയ് ചൈൽഡ് ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാദറിനെയാണ്. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് ഈ ജീൻസ് വെച്ചിട്ട് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതും നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ട്രീറ്റിന് 2 വേർഷൻസ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. പക്ഷേ ശരിക്കും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എ ഗ്രൂപ്പ് കേട്ടിട്ടുണ്ട്, ബി ഗ്രൂപ്പ് കേട്ടിട്ടുണ്ട്, AB കേട്ടിട്ടുണ്ട്, O കേട്ടിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ RH ഫാക്ടർ എന്ന് പറയുന്ന വേറൊരു അനദർ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഗ്രൂപ്പുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാവുന്ന. അപ്പോൾ നമുക്ക് പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ 2 ജീൻസ് വെച്ചിട്ട് 2 ട്രേറ്റേ വരാൻ പാടുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഈ ഒരു 3 വേർഷൻസ് ഓഫ് അല്ലീൽസ് ഉണ്ട്. അതായത് ഒന്ന് IA, 1 IB, ദെൻ അടുത്തത് IO അല്ലെങ്കിൽ I എന്ന് മാത്രം ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഏത് ഓർഗാനിസത്തിലും ഏതെങ്കിലും 2 പേര് ഉണ്ടാവും. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് ഏത് 2 എണ്ണമാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് തീരുമാനിക്കപ്പെടുക. അപ്പോൾ ഇതിൽ നോക്കുമ്പം Aയും Bയും ഡോമിനന്റ് ട്രേറ്റ്സ് ആണ്. O എന്ന് പറയുന്നത് ഒരു റിസസീവ് ട്രേറ്റാണ്. 2ഉം I ആണെങ്കിൽ മാത്രമേ ഉള്ളൂ O ഗ്രൂപ്പ് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ Aയും Bയും കൂടെയാണ് നമുക്ക് ഒരു കുഞ്ഞിലുള്ളത്. Aയും Bയും ആണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB ആയിരിക്കും. ദെൻ Aയും Iയും ആണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് A ആയിരിക്കും. Aയും ആണെങ്കിലും ആ കുട്ടി A ഗ്രൂപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ B കോമ്പിനേഷൻ ആണെങ്കിൽ ആ കുഞ്ഞിന് ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. അതുപോലെ തന്നെ I കോമ്പിനേഷൻ ആണെങ്കിലും I റിസസീവ് ആയതുകൊണ്ടും B ഡോമിനൻ്റ് ആയതുകൊണ്ടും ആ കുഞ്ഞിന് B ഗ്രൂപ്പ് വരും. ദെൻ അതുപോലെ തന്നെ 2ഉം I ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ജീൻസ് 2ഉം I ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിന് O ഗ്രൂപ്പ് ബ്ലഡ് വരുള്ളൂ. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ജീനോടൈപ്പ്. ഇത് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അക്വയർഡ് ട്രേറ്റ് എന്താണ്, ഇൻഹെറിറ്റഡ് ട്രേറ്റ് എന്താണെന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗാനിസം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്പാനിൽ വെച്ചിട്ട് പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അക്വയർ ചെയ്യുന്ന ട്രേറ്റ്സിനെയാണ് നമ്മൾ അക്വയർഡ് ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്താ സ്വിമ്മിങ്, നമുക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യാൻ അറിയാം. ഇതെന്നൊക്കെ പറയുന്നത് നമ്മളുടെ ആ ഒരു എഫേർട്ട് കൊണ്ട് പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന കഴിവുകളാണ്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ അക്വയർഡ് ട്രേറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്താണ്? നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൽ നിന്ന് ജനറ്റിക്കലി ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയ തരം ട്രേറ്റ്സിനാണ് നമ്മൾ ഇൻഹെറിറ്റഡ് ട്രേറ്റ് എന്ന് വിളിക്കുക. അതായത് നമ്മുടെ കണ്ണിൻ്റെ കളർ, മുടിയുടെ ടെക്സ്ചർ, നമ്മുടെ ഹൈറ്റ്, ലൈക്ക് അങ്ങനെയൊക്കെ. നമ്മൾ ഇത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അക്വയർഡ് ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് അടുത്ത ഒരു ഓസ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷൻസിലേക്ക് നമുക്ക് പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
ദെൻ അതുപോലെ തന്നെ നമുക്ക് ഈ അക്വയർഡ് ട്രേറ്റ് നമ്മുടെ DNA-യിലോ ജീൻസിലോ ഒന്നും ഒരു തരത്തിലുള്ള ചേഞ്ചസും വരുത്തുന്നില്ല. അതേസമയം ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ DNA-യിലുള്ള സ്പെസിഫിക്കേഷൻസ് കൊണ്ടാണ്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും അത് എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിയുമ്പം ആ ഒരു ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ലെക്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാലും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക വേണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം കേട്ടോ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, എല്ലാവരും അവരവരുടെ സമയം നന്നായിട്ട് ഉപയോഗിക്കുക. Thank you so much for your time. Bye-bye.